ഓം ഹരിശ്രീ ഗണപതയേ നമ. വിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. ഇന്നിവിടെ അർഷോധികാരം എന്ന 5-ാം അധ്യായമാണ് പറയുന്നത്. ജ്യോതിശാസ്ത്രത്തിൽ എന്താണ് പറയുന്നത് നോക്കാം. കർക്കടകസ്തേ ഭാനോ സ്വപുത്രദൃഷ്ടേ പുമാൻ പിശുന ദുർനാമകുഷ്ഠരോഗൈരഭിഭൂതോ നിർദ്ദയോ വിഗതലജ്ജ. അതായത് ആദിത്യൻ ശനിയുടെ ദൃഷ്ടിയോടുകൂടി കർക്കിടകത്തിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ ഏഷണി പറയുന്നവനായും, അതായത് ഇവിടെ പറഞ്ഞത് അവിടെ പറയുക, അവിടെ പറഞ്ഞത് ഇവിടെ പറയുക, അതാണ് ഏഷണി എന്ന് പറയുന്നത്. അർശസ് കുഷ്ഠം ഇതുകൾ നിമിത്തം ദുഃഖം അനുഭവിക്കുന്നവനായും കൃപയും ലജ്ജയും ഇല്ലാത്തവനായും ഭവിക്കും. ശനിയുടെ ദൃഷ്ടിയോടുകൂടി കർക്കിടകത്തിൽ നിൽക്കുന്ന സൂര്യൻ്റെ ഉപദ്രവശാന്തിക്കായിട്ട് ആകൃഷ്ണ എന്നിങ്ങനെയുള്ള മന്ത്രം ജപിക്കുകയും എള്ള, എരുക്ക്, നെയ്യ് ഇതുകൾ കൊണ്ട് ഹോമിക്കുകയും പായസ നൈവേദ്യം കഴിക്കുകയും രോഗത്തിൻ്റെ താരതമ്യം അനുസരിച്ച് മുൻപിൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള പശുദാനത്തെയും ചെയ്യണം. മനശിലേലാസുരദാരു കുങ്കുമൈ എന്ന് മുൻപിൽ പറഞ്ഞിട്ടുള്ള സ്നാനത്തെയും ചെയ്യുകയും വേണം. പവിഴത്തെ ധരിക്കുകയും വേണം. കർമ്മവിഭാഗമാണ് ഇനി അടുത്തത്. പ്രതിഫലം വാങ്ങി അഭ്യസിപ്പിക്കുകയും ഉപചരിക്കുകയും ഹോമിക്കുകയും ചെയ്യുന്നവന് അർശോരോഗമുണ്ടാകുന്നു. അതിൻ്റെ പരിഹാരത്തിനായി കൃച്ഛ്രം, അതികൃച്ഛ്രം, ചാന്ദ്രായണം എന്നീ വ്രതങ്ങളെ അനുഷ്ഠിക്കുകയും പുരുഷസൂക്തം, ഉദ്യന്നം എന്ന ഋക്ക്, ആദിത്യഹൃദയം, അഗ്നിവർണം തുടങ്ങിയ സൂക്തങ്ങൾ രോഗത്തിൻ്റെ ബലാബലത്തിനനുസരിച്ച് ജപിക്കുകയും നെയ്യോടുകൂടി സ്വർണം ദാനം ചെയ്യുകയും വേണം. രോഗി വളരെ ധനവാനും രോഗം അസാധ്യസ്ഥിതിയിലുമാണെങ്കിൽ ശ്രോത്രിയായ കുലീനായ ഹ്യർത്ഥിനേ ച വിശേഷത അസാധ്യവ്യാധിനാഗ്രസ്തോ ധനം ദദ്യാദ്വിംശാപദേ എന്ന ബ്രഹ്മഗീത വചനം കൂടി പറയുന്നു. ഈ വചനപ്രകാരം കുലീനനും വേദജ്ഞനും കുടുംബ ഭരണകർത്താവുമായ ബ്രാഹ്മണന് ഒരു കുടുംബത്തിന് ആവശ്യമായ ധനം ദാനം ചെയ്യണം. അർശോവാൻ ഗോവധോ മർത്യ എന്ന് പത്മപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു. ഗോവധം അർശോരോഗോൽപത്തിക്ക് കാരണമാകുന്നു എന്നാകുന്നു. ഇതിൻ്റെ ശമനത്തിനായി ധനികനായ രോഗി ഹേമശൃംഗീ, രൗപ്യഖുരീം ഇത്യാദിയായിട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള പശുദാനവും ഹോമവും ചെയ്യണം. പശുദാനത്തെപ്പറ്റി ബൗദ്ധായനൻ ഇപ്രകാരം പറയുന്നു. സൗവർണാംഗാം പ്രകുർവീത ഫലേനാർത്ഥേന വാ പുനഃ വിത്തശാഠ്യം ന കുർവീത വിഭവേ സതി രോഗവാൻ. ഇങ്ങനെ തുടങ്ങുന്ന ബൗദ്ധായന വചനപ്രകാരമുള്ള പശുദാനം മുതലായ സത്കൃത്യങ്ങൾ കൊണ്ട് അർശോരോഗം ശമിക്കും. അതിനാൽ അർശോരോഗമുള്ളവൻ സുഖത്തെ ഇച്ഛിക്കുന്നെങ്കിൽ പ്രയത്നപ്പെട്ടെങ്കിലും ഈ വിധിയെ അനുഷ്ഠിച്ചു കൊള്ളണം. ഈ പശുദാന വിധി ഗ്രഹണീ രോഗത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അർശോരോഗത്തെപ്പറ്റി വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നത് നോക്കാം. അഷ്ടാംഗത്തിൽ പറയുന്നത് അരിവത് പ്രാണിനോ മാംസകീലകാവിശസന്ധിയത് അർശാംസി തസ്മാതുച്യന്തേ ഗുദമാർഗനിരോധത. അതായത് ആണി പോലെയുള്ള മാംസാങ്കുരങ്ങൾ ഗുദമാർഗത്തെ നിരോധിക്കുന്ന ക്രിയ കൊണ്ട് ജീവികളെ ശത്രുക്കൾ എന്ന പോലെ ഹിംസിക്കുന്നു എന്നത് യാതൊന്ന് ആ കാരണത്താൽ അത് അർശസ് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ കോട്ടയെ അല്ലെങ്കിൽ ഗൃഹത്തെ നിരോധിച്ച് അവിടെയുള്ളവരെ പുറത്തേക്കും അകത്തേക്കും പോകാനും അവർക്ക് വെളിയിൽ നിന്ന് സഹായം ലഭിക്കാനും അവസരം കൊടുക്കാതെ കഷ്ടപ്പെടുത്തുന്നത് പോലെ ഉദത്തിനുള്ളിൽ ആണി പോലെ ഒരു വക മാംസാങ്കുരങ്ങൾ ഉണ്ടായി ഉദമാർഗത്തെ രോധിച്ചിട്ട് ജീവികളെ അനവരതം സങ്കടപ്പെടുത്തുന്നു. അതുകൊണ്ട് ആ മാംസാങ്കുരങ്ങളെ അർശസ് എന്ന് പറയുന്നു. ഇനി ആയുർവേദ ഗ്രന്ഥമായ മാധവനിദാനത്തിൽ പറയുന്നതോട് നോക്കാം. അർശസ്സുകൾ വാതാദി ദോഷങ്ങളിൽ ഓരോന്നിൻ്റെയും കോപം ഹേതുവായിട്ടും 3 ദോഷങ്ങളുടെയും കോപം ഹേതുവായിട്ടും രക്തം ഹേതുവായിട്ടും സഹജങ്ങളായിട്ടും 6 പ്രകാരമുണ്ട്. ബുധമെന്നത് സ്ഥൂലാന്ത്രത്തിൻ്റെ അധോഭാഗമാകുന്നു. അവരവരുടെ വിരൽക്ക് 5.5 വിരൽ പ്രമാണമാകുന്നു അതിൻ്റെ നീളം.
ആ ഗുദത്തിങ്കൽ പ്രവാഹിണി, വിസർജിനി, സംവരണി എന്നീ പേരുകളോടുകൂടി 3 വലികളും ഉണ്ട്. അപ്പോൾ പ്രവാഹിണി, വിസർജിനി, സംവരണി, അവയിൽ അകത്തു പ്രവാഹിണിയും മധ്യത്തിൽ വിസർജിനിയും പുറത്തു സംവരണിയുമാകുന്നു. ഈ 3 വലികളുമാകുന്നു അർശസ്സുകളുടെ ഉത്ഭവം. വാതാദി ദോഷങ്ങൾ ത്വക്ക്, മാംസം, മേധസ്, രക്തം ഇവയെ ഏറ്റവും ദുഷിപ്പിച്ചിട്ട് ഗുദത്തിലും മൂക്കിലും കർണത്തിലും മറ്റും അനേകം പ്രകാരമുള്ള മാംസാങ്കുരങ്ങളെ, അങ്കുരങ്ങൾ എന്ന് വെച്ചാൽ മുളകൾ, ഉത്ഭവിപ്പിക്കുന്നു. അവയെ അർശസ്സുകൾ എന്നു പറയുന്നു. സുശ്രുതാദികളായ ആചാര്യന്മാർ അർശോരോഗത്തിൻ്റെ ശാന്തിക്കായിട്ട് ഔഷധം, ശസ്ത്രം, ക്ഷാരം, അഗ്നി ഇങ്ങനെ 4 തരത്തിൽ ചികിത്സോപകരണങ്ങൾ ഉപദേശിക്കുന്നുണ്ട്. അർശസ്സും അതിസാരവും ഗ്രഹണിയും ഉണ്ടാകുന്നതിന് മിക്കവാറും അതുകൾ തന്നെ പരസ്പരം ഹേതുക്കളായിത്തീരുന്നു. അവയെല്ലാം ജഠരാഗ്നിക്ക് ബലം കുറയുമ്പോൾ ഉണ്ടാവുകയും അവ ജഠരാഗ്നിക്ക് ബലം ഉണ്ടാകുമ്പോൾ ശമിക്കുകയും ചെയ്യുന്നു. വായുവിൻ്റെ അനുകൂല ഗതിയും ജഠരാഗ്നിക്ക് ബലവും വർദ്ധിക്കുന്നതിനും എങ്ങനെയുള്ള അന്നപാന ഔഷധങ്ങൾ അനുകൂലങ്ങളാണോ അവയെല്ലാം തന്നെ അർശോരോഗി നിത്യവും ശീലിക്കണം. മലം എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്ന അർശോരോഗിക്ക് വാതാതിസാരത്തിന് പറഞ്ഞിട്ടുള്ള ചികിത്സകളെയും മലബന്ധത്തോടു കൂടിയ അർശോരോഗിക്ക് ഉദാവത്തത്തിൽ പറഞ്ഞിട്ടുള്ള ചികിത്സകളെയും ചെയ്യണം. വളരെ രക്തം പോയിക്കൊണ്ടിരിക്കുന്ന അർശസ്സിന് പിത്തരക്ത ശമനകരങ്ങളായ ഔഷധങ്ങളെ ചെയ്യണം. മലബന്ധത്തോടു കൂടിയ അർശത്തിന് കുറാശാണിയും ചുക്കും അരച്ചു കലക്കിയ മോര് സേവിച്ചാൽ ശമിക്കും എന്ന് തന്നെയല്ല, പിന്നീട് അത് ഉണ്ടാവുകയുമില്ല. മോരിൻ്റെ രസം സ്രോതസ്സുകളെ ശുദ്ധിപ്പെടുത്തും. അതുനിമിത്തം ശരീരത്തിന് പുഷ്ടിയും ബലവും നല്ല നിറവും മനസ്സിന് സന്തോഷവും ഉണ്ടാകും. വാതം കൊണ്ടും കഫം കൊണ്ടും ഉണ്ടാകുന്ന അനേക രോഗങ്ങൾ ശമിക്കുകയും ചെയ്യും. മോരിൻ്റെ ഗുണത്തെപ്പറ്റി ഇങ്ങനെയാണ് പറയുന്നത്. തക്രം ലഘു കഷായാമളം ദീപനം കഫവാതജിത് ശോഭോദരാർശോ ഗ്രഹണീ ദോഷമൂത്രഗ്രഹാരുചി ഗുൽമപ്ലീഹ കൃതവ്യാപദ്ഗര പാണ്ഡ്വാമയാൻ ജയേത്. അതായത് മോര് ലഘുവാണ്, ചവർപ്പ് രസമാണ്. കഷായം എന്ന് പറഞ്ഞാൽ ചവർപ്പ് രസമാണ്, പുളിരസവുമാണ്. ദീപനമാണ്, കഫവാതങ്ങളെ ശമിപ്പിക്കും. ശോഭം, ഉദരം, അർശസ്, ഗ്രഹണി, മൂത്രതടവ്, അരുചി ഇവയെയും ഗുൽമം, പ്ലീഹ, നെയ്സേവയിലുണ്ടാകുന്ന വ്യാപത്തുകൾ, കൂട്ടുവിഷം, പാണ്ഡു ഈ രോഗങ്ങളെയും ശമിപ്പിക്കുന്നതാണ്.